ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഡൊണേറ്റ് ഗെയിമിലൊക്കെ എങ്ങനെയാണ് ബട്ടൺസ് വയ്ക്കുന്നതെന്നാണ്. നമ്മൾ ഹോം സ്ക്രീനിലോട്ട് വന്നിട്ട് ഈ മേളിൽ കാണുന്ന 3 വരയിലോട്ട് വെക്കിയിട്ട് ക്രിയേറ്റ് കൊടുക്കണം ഗൈസ്. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ലോഡായിട്ട് വരും. അപ്പോൾ ലോഡായിട്ട് വരുമ്പം അതിൻ്റെ സൈഡിലൊരു 3 വരയുണ്ട്, അത് നിൽക്കണം ഗൈസ്. എല്ലാവരുടെയും ഫോണിലും മറ്റേ ആദ്യം വരാൻ നേരത്ത് 3 വര കാണത്തില്ല ഗൈസ്. എന്നിട്ട് അന്ന് ക്രിയേഷൻസിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ അതാ ഇവിടെ ഒരു പ്ലേസിൻ്റെ കണക്ക് ഇങ്ങനെ വരും നിങ്ങളെ പേരായിട്ട്. ആണ്ടേ ഇപ്പോൾ ഒരു ഇത് വരും, ഇത് നിൽക്കണം ഗൈസ്. ഇത് നിൽക്കുമ്പോൾ ഇത്തിരി ലോഡിങ് ആണ് ഗൈസ്. എന്നിട്ട് ക്രിയേഷൻസിൻ്റെ അവിടെയുള്ള 3 വരയിൽ എടുത്തിട്ട് ഇവിടെ പാസസ് ഉണ്ട് ഗൈസ്, അത് വെക്കണം. പാസസ് വെക്കുമ്പം ഇവിടെ ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്സൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഗൈസ്. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പാസ് ഉണ്ടല്ലോ, അത് നെക്കിയിട്ട് ഒരു പേര് എന്നിട്ട് ക്രിയേറ്റ് പാസ് കൊടുക്കണം. അപ്പം ഇവിടെ വന്ന് കിടക്കും. പക്ഷേ ആ 10 റോബക്സിൽ നമ്മൾ നെക്കിയിട്ട് 3 വരെ നിൽക്കണം ഇവിടുത്തെ. അപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ഗൈസ്, അത് നിൽക്കുക. എന്നിട്ട് ഐറ്റം ഫോർ സെയിൽ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഡിഫിക്കൽട്ട് പ്രൈസ് കൊടുത്തിട്ട് അവിടെ നമുക്ക് 10 വേണ്ടെങ്കിൽ 10 കൊടുക്കണം ഗൈസ്. എന്നിട്ട് സേവ് കൊടുത്തിട്ട് 10 പാസ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നിങ്ങൾ ബാക്കിലോട്ട് പോയി നമ്മൾ ഈ ഡൊണേറ്റ് ഗെയിമിൽ കയറണം. ഈ ഡൊണേറ്റ് ഗെയിം എന്തിയാ ഗൈസ്, അതിൽ കയറണം ഗൈസ്. കുറച്ച് ലോഡിങ് ആണ് ഗൈസ്. അപ്പോൾ ലോഡൊക്കെ ഇത്തിരി കഴിയട്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ടൊരു ബൂത്ത് എടുത്ത് നിങ്ങൾക്ക് ക്ലൈം ചെയ്താൽ നിങ്ങളവിടെ ഈ പൈസയൊക്കെ വന്ന് കിടക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്. ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മളൊരു പുതിയ വീഡിയോ ആണിത്. ഇപ്പം ഞാൻ അവിടെ ചെന്ന് ഒരു ബൂത്ത് എടുക്കുവാണ്. എഡിറ്റ് മാത്രം കൊടുത്താൽ മതി. ൊക്കെ കളഞ്ഞ ദണ്ട ഗൈസ് നമ്മളെ